എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മുടെ ടി ഫാമിലി അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയണം തന്നെയാണ്. നല്ലൊരു ഫാമിലി തന്നെയാണ്. പിന്നെ കുറേ ആളുകൾ പറയുന്നുണ്ട് ഇവന് വേറെ പണിയൊന്നുമില്ല, ഈ പ്രായം ചെന്ന സ്ത്രീയെ കല്യാണം കഴിക്കാമെന്നൊക്കെ. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. 10 വയസ്സ് മൂത്തതോ അല്ലെങ്കിൽ 15 വയസ്സ് മൂത്തതോ 5 വയസ്സ് മൂത്തതോ എത്ര വയസ്സ് മൂത്തതിനാണെങ്കിലും കെട്ടണോ വേണ്ടോ എന്നുള്ളതൊക്കെ അത് അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ച കാര്യമാണ്. അതിന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റുക. ഇപ്പോൾ വിഷയം അതൊന്നുമല്ല. ടി ഫാമിലി നൈസായിട്ടൊരു പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രാങ്ക് വളരെ മോശമായിപ്പോയി. അത് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുകയാണ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ള തലത്തിൽ പല റിയാക്ഷൻ വീഡിയോകളും നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ? ഈ ടി ഫാമിലി എന്ന് പറയുന്ന ആ ഫാമിലി, അതായത് നമ്മുടെ ഷെഫിയും ഷെമിയാത്തയും, അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പൊക്കോട്ടെ. എന്തിനാണ് വെറുതെ അവരുടെ ഇടയിൽ കയറിയിട്ട് ചൊറിയാൻ പോണത്? അവരവരെ സബ്സ്ക്രൈബേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ചെയ്തതായിരിക്കാം അത്. അവർക്ക് ഇത്രയ്ക്കല്ലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല രീതിയിൽ അവർ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതിനെ ക്ലാപ്പ് ചെയ്യണതിന് പകരം ഇങ്ങനെ കുറ്റം പറഞ്ഞിങ്ങനെ വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നണോ? വീഴണം വിഷ്ണു ലോകമാക്കണ കുറേ റിയാക്ഷൻ ചാനലുകളുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാം. നമ്മൾ ആ ഒരു ചാനലിൻ്റെ പേരെടുത്ത് പറയണില്ല. എനിക്കത് കണ്ടപ്പോൾ പാവം തോന്നി. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങളൊക്കെ അനുഭവിച്ചിട്ടാവും ചിലപ്പോൾ അവർ ജീവിക്കുന്നുണ്ടാവുക. നമുക്കറിയാലോ ഓരോ സിറ്റുവേഷനുള്ളൂ. കാരണം അത്രമാത്രം കുറ്റപ്പെടുത്തലുകളൊക്കെ അതിജീവിച്ചിട്ട് അവർ നടക്കുന്ന ഒരു വ്യക്തികളാണ്. ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെ ഷെഫി ചെയ്താണ് ആ പ്രാങ്ക്. ആ പുറത്തൊക്കെ ഇട്ട് നൈസായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ട് സംസാരിക്കണ പോലെയൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ താത്ത പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ പുറത്തേക്ക് ഇവിടെ ആളില്ല, ആൾ വന്നതിന് ശേഷം നിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിച്ചു വിടാൻ നോക്കുമ്പോൾ പുള്ളിക്കാരനത് സമ്മതിക്കണില്ല. അങ്ങനത്തെ ഒരു പ്രാങ്കാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് കുറ്റം പറയാതിരിക്കും. അവരെങ്ങനെ ജീവിച്ചു പോട്ടെ. വേറെ എന്തൊക്കെയോ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് എടുക്കാനുണ്ടാവും. എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞാട്ടാ. ഇനിയിപ്പോൾ ഇതിനെ പിടിച്ചിട്ട് ആരും കുത്തി പിടിച്ചിട്ട് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എൻ്റേതായ ഒപ്പീനിയൻ പറഞ്ഞാണ്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ക്ലാപ്പ് അടിച്ചു, ഞാൻ ലൈക്ക് അടിച്ചു, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തു. നല്ലൊരു ഫാമിലിയാണ് അവർ. അവരാരെയും പൈസ മോഷ്ടിക്കാൻ പോണില്ല, ആരെയും ഉപദ്രവിക്കാൻ പോണില്ല. അവരുടെ ചാനൽ, അവരുടെ വീട്, അവർ സ്വന്തം കണ്ടൻറ്റ് ചെയ്യുന്നു. അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അത് സന്തോഷമാണ്. 3000 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ചെയ്ത വീഡിയോയ്ക്ക് 3000 ലൈക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ കൂടുതൽ സന്തോഷമൊന്നും വേണ്ടല്ലോ. 3000 ലൈക്ക് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടാണ്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് കമൻറ്റുകളും അത് കുറേ പേര് കുത്തിത്തിരിപ്പായിട്ട് വരുന്ന ആളുകളുണ്ടാവും. അവരുടെ വീഡിയോ ഇഷ്ടമല്ലാത്ത ആളുകൾ, അവരാവും ചിലപ്പോൾ ഒന്ന് കമൻറ്റ് ഇട്ട് മെഴുകിയിട്ട് പോകണം. അപ്പോൾ ഈ കമൻറ്റൊക്കെ പെറുക്കി എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം. നല്ല കാര്യമാണ്, റിയാക്ട് ചെയ്യേണ്ടത് റിയാക്ട് ചെയ്യാം. പക്ഷേ എത്രയോ കാര്യങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ കിടക്കുന്നുണ്ട്. എന്തിനാണ് ഈ, അല്ലെങ്കിൽ ഓൾറെഡി അവർ വിഷമങ്ങളായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ പോയിട്ട് ഇങ്ങനെ കുത്തുവാക്കിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഈ വീഡിയോയ്ക്കൊരു 10000 ലൈക്കാണ്. ഞാൻ ഇങ്ങനെയൊന്നും പറയില്ല കേട്ടോ. നിങ്ങളൊരു ലൈക്ക് എന്നാലും മതി. ഓക്കെ.